മുണ്ടക്കൈ ചൂരൽമല രക്ഷാദൗത്യത്തിന് തുക ആവശ്യപ്പെട്ട കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരളം പണം നൽകാൻ കഴിയില്ലെന്നറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. വ്യോമസേന നൽകിയ സഹായങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നത് സാധാരണ നടപടിയാണെന്ന് BJP നേതാവ് വി മുരളീധരൻ ഇന്ന് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് രംഗത്ത് വന്നു. 2019 പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റ് സേവനത്തിന് 132 കോടി 62 ലക്ഷം രൂപ കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ കത്ത് നൽകിയത്. കേന്ദ്ര നടപടി ജനാധിപത്യ വിരുദ്ധമെന്നും പണം നൽകാൻ കഴിയാത്തതിന്റെ സാഹചര്യം വിശദീകരിച്ച് കേന്ദ്രത്തിന് മറുപടി കത്ത് അയക്കുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ. വിവിധ കമ്മിറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂട്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിപ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് വന്നിരിക്കുന്നത്. കേരളത്തിനോടുള്ള ഒരു മര്യാദഘട്ട സമീപനമാണ്, ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത്. വയനാട് ദുരന്ത പാക്കേജ് തരാതെ കേന്ദ്രം പണം ചോദിക്കുന്നത് കേരളത്തെ പരിഹസിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണം ചോദിക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ്. വീണ്ടും കേരളത്തെ പരിഹസിക്കുകയാണ്. അതേസമയം എയർ മാർഷലിന്റെ കത്ത് സർക്കാരിന്റെ ഔദ്യോഗിക രീതിയിൽ നടക്കുന്ന നടപടിക്രമം മാത്രമാണെന്നും അനാവശ്യ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ CPIM ശ്രമിക്കുന്നുവെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം, ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നെങ്കിൽ കേന്ദ്ര സർക്കാർ സഹായം അനുവദിച്ചേനെയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വിമർശിച്ചു. The promise which has been made by Honorable Prime Minister that funds will be no constraint in rehabilitation of those affected in Wayanad. But there are certain government procedures. അതേസമയം കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ തുക അടയ്ക്കാതെ വേറെ പോംവഴികൾ ഉണ്ടാകില്ല. SDRF-ൽ നിന്ന് പണമടച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.